എന്താടാ ഇത് ഇവിടെ പുകവലി നിരോധന മേഖലയാണ്. ഇവിടെ നിന്ന് സിഗരറ്റ് വലിക്കാൻ പാടില്ല. നിന്റെ കടയിലില്ലേ? എൻ്റെ കടയിൽ നിന്ന് ആർക്കെങ്കിലും കൊടുക്കും, പക്ഷെ നീ വലിക്കേണ്ട ആവശ്യമില്ല. അത് ശരി. ഞാൻ വന്നതേ പറ. നിന്റെ ഒരു 50 എടുക്കാനാണ്. പിന്നെ 50 അല്ലേ? ഇതല്ല 50,000. 50,000? സത്യം പറഞ്ഞാൽ 10 ലക്ഷം രൂപ വേണം. 10 ലക്ഷം? എൻ്റെ പൊന്നെ, എന്നാ പിന്നെ ഇത് വലിച്ചതാ? നിനക്കറിയില്ല, ബിസിനസ്സൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ്. ഒരു 10 ലക്ഷം രൂപ ആവശ്യമുണ്ട്. ബാങ്കിൽ നിന്നൊക്കെ ഞാൻ നോക്കിയിട്ട് നടക്കണില്ല. ഇതുവരെ മോട്ടിക്കാനും പോയാലോ എന്നാണ് ആലോചിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, ആ പണിക്കരെ വീട്ടിൽ പോയി കയറും. അവിടെയാണെങ്കിൽ ആരുമില്ല, നിനക്ക് ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം. അല്ലാതെ പിന്നെ ഞാൻ തോന്നുന്നു വീടും പറമ്പും പോണ കേസാണ്, അതാണ് ഒരു വിഷയം. ഞാൻ ഒരു 50 വെച്ച് കുറച്ച് പിരിച്ച് എങ്ങനെയെങ്കിലും ഒരു പകുതിയെങ്കിലും അടച്ചു കഴിഞ്ഞാൽ വീട് ജപ്തിയിലിരിക്കുകയാണ്. അതാണ് ശരിയടാ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. നിൻ്റെ അടുത്തും കൂടെ അതിന് ചോദിച്ചില്ലെന്ന് കണ്ട. ശരിയെന്ന്. പിന്നെ ഇവനങ്ങനെ പോയി കയറും. നില്ലേ, നമുക്ക് നാളെ എന്തെങ്കിലും നോക്കാം. ഇല്ലേ, നീ എന്തായാലും നോക്ക്, രാവിലെ വിളിച്ചാൽ മതി. ഓക്കെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആ പണിക്കരെ വീട്ടിൽ പോയി കയറും. അവിടെയാണെങ്കിൽ ആരുമില്ല, ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം. അല്ലാതെ പിന്നെ ഞാൻ തോന്നുന്നു എടാ, ഞാൻ പണിക്കര വീട്ടിൽ. പണിക്കരെ വീട്ടില്ല? നിനക്കറിയാമല്ലോ എൻ്റെ അവസ്ഥ. ഞാൻ നാളെ ശരിയാക്കി തരാന്നല്ലേ പറഞ്ഞത്. എനിക്ക് വേറെ വഴിയൊന്നുമില്ല. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താടാ? ഹലോ ഹലോ ഹലോ, എന്തോ പ്രശ്നമുണ്ട്. തിരിച്ചു പോ, അതാണ് നല്ലത്. Thank you.